ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 തിമോഥെയോസ് 3:4 വായിക്കുന്നു. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. എഫെസോസ് സഭയുടെ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ശുശ്രൂഷകനായ തിമോഥെയോസിന് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഈ ലേഖനത്തിലുള്ളത്. അധ്യക്ഷൻ ശാന്ത സ്വഭാവമുള്ളവനും കലഹിക്കാത്തവനും എന്ന് പറയുമ്പോൾ യേശുവിനെ മാതൃകയാക്കുന്ന ശാന്ത സ്വഭാവവും അക്രമ സ്വഭാവമില്ലാത്തവനുമായിരിക്കണം. പണത്തോട് ആർത്തിയുള്ളവനാകരുത്. എന്ത് കിട്ടിയാലും അസംതൃപ്തി പ്രകടിപ്പിക്കുന്നവൻ അധ്യക്ഷ പദവിക്ക് യോഗ്യനല്ല. അതുപോലെ ദൈവസഭ എന്ന കൂട്ടായ്മയുടെ ചെറുരൂപമായ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം അധ്യക്ഷ പദവി എത്തേണ്ടത്. സഭയെ നയിക്കുന്നതിന് മുമ്പ് കുടുംബ വിഷയത്തിൽ സാക്ഷ്യമുള്ളവനായിരിക്കണം. മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുക എന്ന അർത്ഥത്തിൽ പരുഷമായതും സ്വേച്ഛാധിപത്യവുമായ മനോഭാവം ഒഴിവാക്കി മക്കളെ അനുസരണത്തിൽ വളർത്തുന്നവനായിരിക്കണം. സഭ ദൈവത്തിൻ്റെതാണ്. സഭയെ നയിക്കുവാൻ കരുതലിൻ ഹൃദയമുള്ളവനായിരിക്കണം വരേണ്ടത്. കുട്ടികളുടെ പെരുമാറ്റത്തിന് പിതാക്കന്മാർ ഉത്തരവാദികളാകയാൽ കുടുംബത്തിൽ മക്കളെ എല്ലാവിധത്തിലും വിധേയത്വമുള്ളവരും ആദരവുമുള്ളവരുമായി നിലനിർത്തണം. അതിൽ വിജയിക്കുന്നവന് സഭാ നേതൃത്വത്തിൽ യോഗ്യനായി വിലയിരുത്തപ്പെടുന്നു. അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നവൻ നിരപവാദ്യനായ ഏകഭാര്യയുടെ ഭർത്താവ്, നിർമ്മതൻ, ജിതേന്ദ്രിയൻ, സുശീലൻ, അതിഥിപ്രിയൻ, ഉപദേശിക്കുവാൻ സമർത്ഥൻ എന്നീ ഗുണങ്ങളുള്ളവനായിരിക്കണം. മദ്യപനും തല്ലുകാരനും അരുത്. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കുമെന്നൊരു ചോദ്യം ഈ വചനഭാഗത്ത് ചോദിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നവരും വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അധ്യക്ഷൻ കുടുംബത്തിൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവനും ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യയുള്ളവനും അപ്പനമ്മമാരെ സ്നേഹിക്കുന്ന മക്കളുള്ളവനുമായിരിക്കണം. കുടുംബത്തിൻ്റെ ഐക്യതയ്ക്കും മക്കളുടെ രക്ഷയ്ക്കും സാത്താൽ നിന്നുള്ള സംരക്ഷണത്തിനും എപ്പോഴും വിശ്വാസത്തിലും അനുസരണത്തിലും അവർ ജീവിക്കേണ്ടതിനും അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നവർ, ആ പദവിയിൽ ഇരിക്കുന്നവർ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.